മമ്മൂട്ടി ചിത്രം 'അമരം' 4K ദൃശ്യമികവിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. 35 വർഷങ്ങൾക്ക് ശേഷം ഈ സൂപ്പർ ഹിറ്റ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ വിചാരിച്ച അത്ര കാണിക കാണാൻ എത്തുന്നില്ല എന്നതാണ് പൊതുവെ ഉള്ള അഭിപ്രായം. ഇപ്പോഴത്തെ സിനിമയുടെ കളക്ഷന്റെ പേരിൽ നിരവധി ട്രോളുകളാണ് ഉയരുന്നത്. നേരത്തെ മമ്മൂട്ടിയുടെ റിലീസ് ചെയ്ത ചിത്രങ്ങളായ പാലേരി മാണിക്യവും ആവനാഴിയും വല്യേട്ടനുമെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ പരാജയങ്ങളായിരുന്നു. അമരവും ഈ പാത പിന്തുടരുകയാണ് എന്നാണ് കമന്റുകൾ. ആവനാഴിയുടെയും പാലേരി മാണിക്യത്തിന്റെ ആദ്യദിന കളക്ഷൻ റെക്കോർഡ് അമരം തകർത്തു എന്ന് ചിലർ പരിഹാസരൂപേണ എക്സിൽ കുറിക്കുന്നു. ബുക്ക് മൈ ഷോയിൽ 1000 ടിക്കറ്റുകൾ പോലും വിറ്റുപോയിട്ടില്ല എന്ന് പോസ്റ്ററുകളും ഉയരുന്നുണ്ട്. സിനിമയുടെ ആദ്യദിന കളക്ഷൻ 7328 രൂപയാണ് ചില എക്സിൽ കുറിക്കുന്നു. നിരവധി ട്രോളുകളും സിനിമയുടെ റീ റിലീസ് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. തിയേറ്ററിൽ ആളില്ലാതെ ഷോ നടക്കാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നുവെന്ന് ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോസ്റ്റ് ഇന്നലെ വൈറലായിരുന്നു. ഷാജി ടിയു എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ചാലക്കുടി തിയേറ്ററിൽ 10 പേര് പോലും തികച്ചില്ലാത്തതിനാൽ ഷോ നടക്കാതെ പോയെന്ന് അദ്ദേഹം പറയുന്നു. ലോകിതദാസ് എന്ന വലിയ എഴുത്തുകാരന്റെ സ്വന്തം നാട്ടിൽ തിയേറ്ററിൽ നിന്നാണ് ഷോ നടക്കാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം 1991 ഫെബ്രുവരി 1-നായിരുന്നു അമരത്തിന്റെ റിലീസ്. മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിത പശ്ചാത്തലത്തിൽ ഇമോഷണൽ ഡ്രാമയായി എത്തിയ ചിത്രം തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു. 200 ദിവസത്തോളം ചിത്രം കേരളത്തിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നു. മദ്രാസ് തിയേറ്ററിലും 50 ദിവസത്തോളം അമരം നിറഞ്ഞ സദസ്സ് നേടി.